ജാമിയ മിലിയ സർവകലാശാലയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്ത നടപടി സ്റ്റേ ചെയ്ത ദില്ലി ഹൈക്കോടതി. സ്വാതി സന്തോഷ് ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. സ്വാതി, സമാധാനപരമായിട്ട് പ്രതിഷേധിക്കാൻ വിദ്യാർത്ഥികൾക്ക് അവകാശമില്ല. എന്തൊക്കെയാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ? ഈ ജാമിയ മിലിയ സർവകലാശാലയിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധങ്ങളെയും ഒത്തുകൂടലിനെയും ഒക്കെ തന്നെയും എതിർത്തുകൊണ്ടുള്ള ഒരു നടപടിയായിരുന്നു ജാമിയ മിലിയ സർവകലാശാല അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായത്. പലതവണയും വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുമ്പോൾ അതിനെ എതിർക്കുന്ന സമീപനം സർവകലാശാലയുടെ ഭാഗത്തു നിന്നുണ്ടായതിനു പിന്നാലെ വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായിക്കൊണ്ട് ഒരു ജാമിയ റെസിസ്റ്റൻസ് ഡേ ആഘോഷിച്ചിരുന്നു. ഇതിനെതിരെ സർവകലാശാല അനുമതി നിഷേധിക്കുകയും അതിന് നേതൃത്വം നൽകിയിട്ടുള്ള 4 വിദ്യാർത്ഥികൾക്ക് അച്ചടക്ക ലംഘനം അടക്കം ആരോപിച്ചുകൊണ്ട് നോട്ടീസ് നൽകുകയും ചെയ്തു. ഇത് ചോദ്യം ചെയ്തുകൊണ്ട് വീണ്ടും വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളിൽ 17 പേരെ കോളേജിൽ നിന്നും ഈ ക്യാമ്പസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്ന നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി നിരീക്ഷണത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് എന്തിനാണ് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തത്, ഇത്തരത്തിലുള്ള നടപടി അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ദില്ലി ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. മാത്രമല്ല, വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ സ്റ്റേ ചെയ്തുകൊണ്ട് ജസ്റ്റിസ് ദിനേശ് കുമാർ ശർമ്മ ഉത്തരവിടുകയായിരുന്നു. സമാധാനപരമായ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്നത് സിവിൽ സമൂഹത്തിന്റെ അടിസ്ഥാന തത്വങ്ങളും മാനദണ്ഡങ്ങളും വിദ്യാർത്ഥികൾ പരിശീലിക്കുന്നതിന്റെ ഭാഗമാണെന്നാണ് ബെഞ്ച് അഭിപ്രായപ്പെട്ടത്. മാത്രമല്ല, ഈ പ്രശ്നം പരിഹരിക്കുന്നതിനും സ്ഥിതിഗതികൾ ശാന്തമാക്കുന്നതിനും വേണ്ടി വൈസ് ചാൻസലറുടെ മേൽനോട്ടത്തിൽ തന്നെ സർവകലാശാല ഉദ്യോഗസ്ഥരുടെ ഒരു സമാധാന സമിതി രൂപീകരിക്കാനും ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഇതിൽ തീർച്ചയായും വിദ്യാർത്ഥി പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശം കൂടി ദില്ലി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട തൽസ്ഥിതി റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കാനാണ് ഇപ്പോൾ കോടതി ഉത്തരവിട്ടിട്ടുള്ളത്. 12-നാണ് ഈ 17 വിദ്യാർത്ഥികളെയും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി ഉണ്ടാകുന്നത്. എന്തായാലും അടുത്ത മാസം 2-ാം തീയതി ഹർജി വീണ്ടും പരിഗണിക്കുമെന്നുള്ളതാണ് കോടതി അറിയിച്ചിട്ടുള്ളത്. വിനിഷ. ശരി സ്വാതി, ജാമിയ മിലിയ യൂണിവേഴ്സിറ്റിയിൽ സസ്പെൻഡ് ചെയ്ത 17 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്ത നടപടി അത് സ്റ്റേ ചെയ്തിരിക്കുകയാണ് ദില്ലി ഹൈക്കോടതി. പ്രശ്നം പരിഹരിക്കാൻ യൂണിവേഴ്സിറ്റി സമാധാന സമിതി രൂപീകരിക്കണമെന്ന ഉത്തരവ് ആയിരിക്കുന്നു ദില്ലി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും. സ്വാതി സന്തോഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.